ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി SGOUൻ്റെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സ് ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് 1 ബേസിക്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിലുള്ള യൂണിറ്റ് 2 ആയിട്ടുള്ള ഇഫക്റ്റീവ് ഇമെയിൽസ് എന്നുള്ള ചാപ്റ്ററാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് എന്താണ് ഇമെയിൽ എന്നുള്ളതാണ്. ഇമെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് കാലത്ത് ലെറ്റർ എഴുതുന്നതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ ഫോമാണ് ഇമെയിൽസ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് മെയിൽസ്. ലേറ്റസ്റ്റ് ഫോം ഓഫ് റിട്ടൺ ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമെയിൽസ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മളുടെ മെസ്സേജസ് ഒക്കെ ടൈപ്പ് ചെയ്ത് ഏത് സമയത്ത് വേണമെങ്കിലും എത്ര സ്പേസ് ദൂരമുള്ളവർക്ക് വേണമെങ്കിലും നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് ദൂരെ എവിടെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളുടെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ദൂരെയുള്ള ആളാണ് എന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇമെയിൽസിലൂടെ നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇമെയിൽസ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ടും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടും കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെ ഇമെയിൽസ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്മ്യൂണിക്കേഷൻ്റെ. നമ്മൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് വഴി ലെറ്റർ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ലെറ്റർ അയച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മളുടെ മെസ്സേജ് എത്തിക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ ഇമെയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പോസ്റ്റൽ ലെറ്ററിൻ്റെയും ഇമെയിൽസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റൽ മെയിൽ കുറച്ചുകൂടെ സ്ലോ ആണ്. കാരണം ഇത് ഒരവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു പോസ്റ്റിൽ ഒരു ലെറ്റർ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഒരവിടേക്ക് റീച്ച് ആകുമ്പോഴത്തേക്കും തന്നെ കുറേ ദിവസങ്ങൾ പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇമെയിൽസ് ആണ് എന്നുണ്ടെങ്കിലോ ഭയങ്കര ഫാസ്റ്റ് ആണ്. കാരണം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരമുള്ള ആളാണ് എന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മളുടെ മെസ്സേജ് പോകുന്നതാണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റൽ മെയിലാണ് എന്നുണ്ടെങ്കിൽ ഡിലേ ആവാനോ ആ ഒരു മെസ്സേജ് നമ്മൾ അയക്കുന്നത് ഡിസ്റപ്റ്റ് ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കലി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കീറിപ്പോയി, ടോൺ ആയിപ്പോയി, അല്ലെങ്കിൽ മഴ നനഞ്ഞു പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അത് വലുതായിട്ട് ഡിലേ ഒന്നും ആവുന്നില്ല അൺലെസ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കറക്റ്റായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇൻ്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സെൻഡ് ആവില്ല. പക്ഷേ ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ ഉണ്ട്, നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസ് മര്യാദയ്ക്കാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വിത്തൗട്ട് ഡിലേ ഇത് പോകുന്നതാണ്. അതേപോലെ തന്നെ ഇത് മഴ നനഞ്ഞ് ഇമെയിൽ കേടുവന്നു അല്ലെങ്കിൽ ഇമെയിൽ കീറിപ്പോയി എന്നൊന്നും പറയേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ഓക്കെ. തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റൽ മെയിൽസ് കുറച്ചുകൂടെ കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. അതായത് അതിൽ നമുക്ക് മെയിൽ പോസ്റ്റിലൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഈ സ്റ്റാമ്പിൻ്റെ വില, പിന്നെ ആ ഇല്ലൻ്റ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വാങ്ങുമല്ലോ, ഈ പോസ്റ്റ് കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ. അതിൻ്റെയൊക്കെ വില അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത് കോസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇമെയിൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റിലുള്ള പൈസ നമ്മൾ കൊടുക്കണം, റീചാർജ് ചെയ്യണം, നമുക്കൊരു ഇലക്ട്രോണിക് ഡിവൈസും വേണം. അൺലെസ് ഈ ഓരോ മെയിൽ അയക്കുന്നതിനും നമുക്ക് പൈസ ഇല്ല. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഗൂഗിളിൻ്റെ മെയിലാണെന്നുണ്ടെങ്കിലും ഇല്ല വേറെയുള്ള മെയിലുകളാണ്, ഹോട്ട് മെയിൽസ് ആണ്, അങ്ങനെയുള്ള ഏത് മെയിലാണ് എന്നുണ്ടെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. വെബ് മെയിലാണ് എന്നുണ്ടെങ്കിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ മെയിൽ അയക്കുന്നതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റൽ മെയിൽസിൽ നമുക്ക് റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ലെറ്റർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളതിൽ എഴുതണം, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇമെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ MP3 MP4 പോലെയുള്ള ഏത് ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ വോയിസ് മെസ്സേജസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, ഇമേജസ് ആവട്ടെ, JPG ഫയൽസ്, അങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പോസ്റ്റൽ മെയിലിൽ നമുക്ക് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ നല്ല കേഴ്സീവ് ലെറ്റേഴ്സിലൊക്കെ എഴുതാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. സ്കെച്ചൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെയിലാണ് എന്നുണ്ടെങ്കിലോ നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്.
ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോസ്റ്റിൽ അയക്കുകയാണ് എന്ന് വിചാരിക്കും, പോസ്റ്റൽ മെയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലേക്കാണ് എന്ത് പോവുക, ഈ മെയിൽ പോവുക. ഇപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിലേക്കാണ് മെയിൽ അയച്ചതെന്ന് വിചാരിക്കും, ആ പേഴ്സൺ വീട്ടിലില്ല, വേറെ ജോലി സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കിത് കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മെയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രം എനിവെയർ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, അതിൽ നമ്മളുടെ മെയിൽ ID ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മളുടെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റൽ മെയിലിൻ്റെയും ഇമെയിലിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇമെയിലിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്നുള്ളത്. ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടും ഇത് യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ടും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ടും തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണലി ഉള്ള കമ്മ്യൂണിക്കേഷനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇമെയിൽസ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇമെയിൽസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാലോ. സോ ഇമെയിൽസിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടു അഡ്രസ്സാണ്. നമ്മൾ മെയിൽ അയക്കുന്നത് ആർക്കെങ്കിലും അയക്കണമല്ലോ, ആർക്കെങ്കിലും അയക്കാനില്ലെങ്കിൽ പിന്നെ മെയിൽ കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. സോ ആ ടു അഡ്രസ്സ് എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ മെയിൽ ചെയ്യുന്നത് അവരുടെ മെയിൽ ID ആണ് ടു അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ചാനലിൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് misspillarum@gmail.com എന്നുള്ളതാണ്. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ ID നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ gmail.com ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഹോട്ട്മെയിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, വെബ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ .in എന്നുള്ള രീതിക്കുള്ള മെയിൽ IDs ഉണ്ടായിരിക്കും. സോ ആ രീതിയിൽ ഏതെങ്കിലും ഒരു മെയിൽ ID നമുക്ക് ആവശ്യമുണ്ട്, അവർക്കായിരിക്കും ഈ ഒരു മെയിൽ പോകുന്നുണ്ടായിരിക്കുക. സോ അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടു എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് CC BCC എന്ന് പറയുന്ന കാര്യങ്ങൾ. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. ഇപ്പോൾ നമുക്ക് ഒരു മെയിൽ തന്നെ, അതായത് ഒരു കണ്ടന്റ് ഉള്ള ഒരു സാധനം തന്നെ നമുക്ക് കുറേ പേർക്ക് അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, CC എന്നുള്ളതിൽ ടു എന്നുള്ളതിൽ ഒരാളുടെ കാര്യം ടൈപ്പ് ചെയ്യുന്നു, ഒരു മെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, CC എന്നുള്ളതിൽ വേറെ കുറേ മെയിൽ IDs നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെയിലിൻ്റെ കാർബൺ കോപ്പീസ് ഇവർക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് ആണ് BCC എന്ന് പറയുന്നത്. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് അർത്ഥം. അതായത് CCയിൽ നമ്മൾ ഇട്ടിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടു നമ്മൾ അടിച്ചിട്ടുള്ള ആ മെയിൽ IDയിലുള്ള ആൾക്കും ഈ CCയിലുള്ള ആൾക്കാർക്കും മനസ്സിലാവും നമ്മൾ ഈ ഇത്രയും പേർക്ക് കാർബൺ കോപ്പിയാണ് അയച്ചിരിക്കുന്നത്. ഈ ടൂലുള്ള ആൾക്ക് എന്തായാലും മനസ്സിലാവും ഇത്രയും പേർക്ക് കാർബൺ കോപ്പി കൂടെ നമ്മൾ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ BCC എന്നുള്ളതിലാണ് ബാക്കിയുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഇത്രയും പേർക്ക് കൂടെ നമ്മൾ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരേ സാധനം നമുക്ക് കുറേ പേർക്ക് അയക്കാനുണ്ട്, അതെല്ലാവരും അറിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇത്രയും പേർക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CC യൂസ് ചെയ്ത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കുറേ പേർക്ക് അയക്കാനുണ്ട്, പക്ഷേ ഞാൻ ഇത്രയും പേർക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത് ബാക്കിയുള്ള ആൾ അറിയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഞാൻ ഇത്രയും പേർക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത് അറിയിച്ചിട്ടല്ല എനിക്ക് അയക്കേണ്ടത്, എല്ലാവരും വിചാരിച്ചോട്ടെ ഞാൻ അവർക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, BCC യൂസ് ചെയ്യാം. ബ്ലൈൻഡ് കാർബൺ കോപ്പി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ടു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതാണ് സബ്ജക്റ്റ് എന്നുള്ളത്. നമ്മളുടെ ഇതിൻ്റെ ഒരു ഹെഡിങ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ ഈ മെയിൽ IDയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആ സബ്ജക്റ്റ് ലൈനിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കൺസൈസ് ആയിട്ട്, ഒരു വലിയ പാരഗ്രാഫ് ഒന്നും കൊണ്ടുപോയി എഴുതെടുത്ത് കൺസൈസ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം സബ്ജക്റ്റ് ലൈനിൽ എന്താണ് നമ്മൾ ഈ മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഇത് കണ്ടിട്ടാണ് അവർ ആ മെയിൽ ഓപ്പൺ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സബ്ജക്റ്റ് ലൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഫോർത്ത് വൺ ആണ് ഇമെയിൽ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതൊരു മെയിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രീറ്റിങ്ങോട് കൂടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ പേരറിയും എന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ നെയിംസ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഡിയർ എന്നുള്ള രീതിക്ക് പേരുകൾ ഇട്ടിട്ട് നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് എന്നുള്ള ടേംസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പേരറിയുന്നതാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അങ്ങനെ തന്നെ അടിക്കുക. ഇനിയിപ്പോൾ പേരറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറേ പേർക്ക് അയക്കാണ്ട് നമുക്ക് പേരറിയില്ല, അവരാരാന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ജനറൽ ന്യൂട്രൽ ടേംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ സല്യൂട്ടേഷൻസ് ഒക്കെ കൊടുക്കാം. അതായത് വെറുതെ ഇങ്ങനെ ഗ്രീറ്റിങ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇഗ്നോയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഗ്രീറ്റിങ്സ് ഫ്രം ഇഗ്നോ
എന്നുള്ള രീതിക്ക് വരാറുണ്ട്. സോ അങ്ങനെ പലതരത്തിൽ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് വരുന്ന സമയത്ത് ഗ്രീറ്റിംഗ്സ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പേര് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള മെയിൽസ് വരുന്നത്. സോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഗ്രീറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ 5th വൺ ആണ് ഇമെയിലിൻ്റെ ബോഡി എന്ന് പറയുന്നത്, അതായത് ബോഡി ഓഫ് കണ്ടൻറ്റ്. അവിടെയാണ് നമ്മൾ എന്താണ് ഇമെയിലിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരാളെ ആദ്യമായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ ഒന്ന് സെൽഫായിട്ടൊന്ന് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളുടെ പോയിന്റ് എന്താണോ അത് കറക്റ്റായിട്ട് പറയുക. കുറേ അധികം കാര്യങ്ങൾ ഒരു മെയിലിൽ തന്നെ കൊണ്ടുപോയി കുത്തി നിറച്ച് എഴുതാതിരിക്കുക. ഒരു ടോപ്പിക്ക് ഒരു മെയിൽ എന്നുള്ള രീതിയിൽ കൺസൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം. ഒരുപാട് വേഗമായിട്ടൊന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല. ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് വേണം നമ്മൾ മെയിൽ എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ഓവർലോഡ് ചെയ്യാൻ പാടില്ല. കുറേ അധികം ഇൻഫർമേഷൻസ് ഒരൊറ്റ മെയിലിൽ തന്നെ കുത്തി നിറച്ച് നമ്മൾ പറയാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കുറച്ച് അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയാനുള്ള ഒരൊറ്റ ടോപ്പിക്കിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാരഗ്രാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബോഡി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആക്ച്വൽ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു നോളജ്, ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്പീനിയൻ, എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോഡി ഓഫ് കണ്ടന്റിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് ക്ലോസിംഗ് ഓഫ് ഇമെയിൽ എന്ന് പറയുന്നത്. ഈ ഇമെയിലിന് ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കണം. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്രപ്റ്റഡ്ലി നമ്മൾ നിർത്താനായിട്ട് പാടില്ല. പ്രോപ്പറായിട്ട് തന്നെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കണം. ഒരു താങ്ക് യു, നമ്മൾ ഈ ഒരു കോൺടാക്റ്റ് വെക്കുന്നതിൽ വി ആർ ഹാപ്പി എന്നുള്ളത് അറിയിക്കുന്ന രീതിക്ക് ഒരു ക്ലോസിംഗ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് താങ്ക് യു ഫോർ ഹെൽപ്പ്, അല്ലെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കൺക്ലൂഷൻ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് ആണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതായത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി, റെസ്പെക്ട്ഫുള്ളി, കൈൻഡ് റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ഗൂഗിൾ മെയിലാണ് സാധാരണയായിട്ട്, ജിമെയിലാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതല്ലാതെയുള്ള മെയിൽസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വെബ് മെയിലും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സോ നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പോസ് എന്നുള്ള ഒരു ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൽ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് ഈ CC BCC എന്നൊക്കെ പറയുന്നത്. അതിന് താഴെ സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് അടിച്ചു കൊടുക്കുക. അതിന് താഴെയായിട്ട് ബോഡി എന്നുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് ബോഡി ഓഫ് കണ്ടന്റ് ടൈപ്പ് ചെയ്ത് ഒരു എൻഡിങ്ങും കൂടെ കൊടുക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. കുറച്ചിങ്ങനെ പിന്ന് പോലത്തെ ഒരു സൈനൊക്കെ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ആഡ് ചെയ്യുക. വീഡിയോ, ഓഡിയോ, JPG ഫയൽസ്, അതായത് ഇമേജസ്, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് താഴെയും വേറെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, കളർ ചേഞ്ച് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിന് താഴെയായിട്ട് സെൻഡ് ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ സെൻഡ് ആവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൽ എന്ന് പറയുന്നത്. സോ ഇന്ന് തന്നെ പോയിട്ട് ആർക്കെങ്കിലും മെയിൽ അയച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും, എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ ആർക്കെങ്കിലും ഒരു മെയിലൊക്കെ അയച്ച് നോക്കിക്കോളൂ. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരു മെയിൽ അയച്ചോളൂ. ലെറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു മെയിൽ അയച്ചാൽ മതി. വി വിൽ റെസ്പോണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഫോർമൽ ഇമെയിൽസും ഇൻഫോർമൽ ഇമെയിൽസിനെയും കുറിച്ചാണ്. അതായത് മെയിൽസ് ഞാൻ പറഞ്ഞതുപോലെ ഫോർമലായിട്ട് പ്രൊഫഷണലായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫോർമലായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞില്ല, അതുപോലെ ഇൻഫോർമലായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് രണ്ടെണ്ണം എന്താണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഫോർമൽ ഇമെയിൽസ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ലാംഗ്വേജിൽ നമ്മൾ ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലിസം കാണിക്കുന്ന ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന മെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ മെയിൽസ് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്യുന്ന ഇൻഫോർമൽ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, മെസ്സേജ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളിങ്ങനെ സാധാരണ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന പോലെയൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ഇമെയിൽസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫോർമൽ ഇമെയിൽസും ഇൻഫോർമൽ ഇമെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി നോക്കുന്നത്. സോ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ഒരു ഫിക്സഡ് ഫോർമാറ്റിലൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കുന്ന മെയിൽസാണ് ഫോർമൽ ഇമെയിൽസ് എന്ന് പറയുന്നത്.
അൺഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാഷ്വൽ ടോണിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയക്കുന്ന മെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോർമൽ ഇമെയിൽസ് എന്ന് പറയുക. ഫോർമൽ ഇമെയിൽസ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ ഇമെയിൽസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് പ്രൊഫഷണലി എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോർമൽ ഇമെയിൽസ് യൂസ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർക്ക് ഡീൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫോർമൽ ഇമെയിൽസ് യൂസ് ചെയ്യുക. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, മെയിൽ ചെയ്യുന്നു എന്നാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, പേഴ്സണൽ ഇമെയിൽസ് ആണ്. ഫോർമൽ ഇമെയിൽസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബിസിനസ് ലെറ്റേഴ്സ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, എൻക്വയറി ലെറ്റർ, അങ്ങനെയൊക്കെ പ്രൊഫഷണലി നമ്മളുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ വരിക, ഫോർമൽ ഇമെയിൽസിൽ വരിക. ഇൻഫോർമൽ ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിലോ നമ്മളുടെ പേഴ്സണൽ മെസ്സേജസ്, നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ പറയുന്നത്, എന്തെങ്കിലും കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെയിൽ അയക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ചോദിക്കുന്നതൊക്കെ ഇൻഫോർമൽ ഇമെയിൽസ് ആണ്. ഫോർമൽ ഇമെയിലിന് ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും, കറക്റ്റായിട്ടൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, പ്രൊഫഷണൽ ഇമെയിൽസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഫോർമൽ മെയിൽസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. മറ്റെവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല, അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ആ സ്ട്രിക്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു കാര്യമില്ല. ഫോർമൽ ഇമെയിൽസ് കുറച്ചുകൂടെ ഫോർമൽ ടോണിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അബ്രിവേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതേപോലെ നമ്മുടെ സ്ലാങ്സ്, കൊളോക്കിയൽ ലാംഗ്വേജസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതേപോലെ പാസീവ് വോയിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഇൻഫോർമൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഫോർമൽ ആയിട്ടുള്ള ടോണൊന്നും ഉണ്ടായിരിക്കില്ല, നമുക്ക് സ്ലാങ്സും കൊളോക്കിയൽ ലാംഗ്വേജസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അബ്രിവേഷൻസ് ഒക്കെ അലൗഡ് ആണ്, നമുക്ക് ഷോർട്ട് ഫോംസിലൊക്കെ നമുക്ക് എഴുതാം, മറ്റുള്ളവർക്ക് മനസ്സിലായാൽ മതി എന്നുള്ള രീതിക്കാണ്. അതേപോലെ ആക്റ്റീവ് വോയിസിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ജനറലി നമ്മൾ അയക്കുന്നതാണ് ഇത് ഇൻഫോർമൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. ഫോർമൽ ഇമെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം പ്രൊഫഷണൽസിന് ഇങ്ങനെ ഒരുപാട് ടൈമൊന്നും ഇല്ല ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി കഥ പോലെ ഒന്നും എഴുതിയൊന്നും വെക്കരുത്. എന്താണോ കാര്യം പറയാനുള്ളത് അത് പ്രിസൈസ് ആയിട്ട്, ഷോർട്ടായിട്ട്, ക്ലിയർ ആയിട്ട് നമ്മൾ പറയുക, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. പക്ഷേ പേഴ്സണൽ ഇമെയിൽസിൽ നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇൻഫോർമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ആയിട്ട് നമ്മളുടെ കഥ വിവരങ്ങൾ മൊത്തം പറഞ്ഞ്, നമ്മളുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്രസ് ചെയ്ത്, കാരണം അത് വായിക്കാൻ പോകുന്നത് നമ്മളുടെ തന്നെ പേഴ്സണലി നമുക്ക് അറിയുന്ന ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് അത് ലോങ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഫോർമൽ ഇമെയിൽസ് സാധാരണ യൂസ് ചെയ്യാറ് ബിസിനസ്, ഓർഗനൈസേഷൻസ്, വർക്ക് പ്ലേസ്, അങ്ങനെയുള്ള ഫോർമൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇൻഫോർമൽ ഇമെയിൽസ് യൂസ് ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഒരു ഇൻഫോർമൽ സെക്ഷനിലാണ് ഇൻഫോർമൽ ഇമെയിൽസ് യൂസ് ചെയ്യുക. സോ ഇത്രയുമാണ് ഇന്ത്യൻ ഡിഫറൻസ്, ഫോർമലിൻ്റെയും ഇൻഫോർമലിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയാലോ, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫോർമാറ്റ് തന്നെയാണ് ഫോർമലിനും ഇൻഫോർമലിനും ഉള്ളത്. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസും കാര്യങ്ങളൊക്കെ ഡിഫർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. രണ്ടിനും ടു അഡ്രസ് നിർബന്ധമാണ്. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർക്കുള്ള ടു അഡ്രസ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള മെയിൽ ID തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് റിസീവറിൻ്റെ മെയിൽ ID അത് രണ്ടിനും നിർബന്ധമാണ്. കാരണം ആ ഒരു മെയിൽ ID ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൽ പോവില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിസീവറിൻ്റെ മെയിൽ ID രണ്ടിനും നിർബന്ധമാണ്. ഇനി സബ്ജക്റ്റ് ലൈൻ എന്നുള്ളതിൽ ഫോർമൽ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈൻ, ക്ലിയർ പ്രിസൈസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇൻഫോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് കൊടുത്താൽ മതി സബ്ജക്റ്റ് ലൈൻ. ഹായ്, ഹലോ, ഞാനിത് പറയാനാണ്, ഐ എം ഹിമ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് ലൈൻസ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈൻസ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നീഡ് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഭയങ്കര ഫോർമലായിട്ട് കൊടുക്കണം എന്നുള്ള നിർബന്ധമില്ല. ഫോർമൽ ഇമെയിലിൽ സെൻഡറിൻ്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്, മറ്റവിടെ അത് നിർബന്ധമില്ല. അതായത് സെൻഡറിൻ്റെ ആരാണോ ഇത് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഫോർമൽ ഇമെയിലിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമില്ല, കാരണം നമ്മുടെ മെയിൽ ID കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളാണ് എന്നുള്ളത്. ഫോർമലിൽ അത് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ ID കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റണം എന്നില്ല, കാരണം അത്രയും ക്ലോസ് സർക്കിളിലുള്ള ആൾക്കല്ലല്ലോ നമ്മൾ മെയിൽ അയക്കുന്നത്. നമ്മൾ ആരാന്ന് പോലും ചിലപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ മെയിൽ അയക്കുന്നുണ്ടായിരിക്കുക ഫോർമലി അയക്കുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ സെൻഡറിൻ്റെ അഡ്രസ്സ് അവിടെ കമ്പൽസറി ആണ്. ഇൻഫോർമലിൽ സെൻഡറിൻ്റെ അഡ്രസ്സ് വെക്കാം അല്ലെങ്കിൽ വെക്കാതിരിക്കാം, അത് നിർബന്ധമൊന്നുമില്ല. ഫോർമൽ ഇമെയിലിൽ സല്യൂട്ടേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഫോർമലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. റെസ്പെക്റ്റഡ്, മിസ്, മിസ്സസ് എന്നുള്ള രീതിക്കൊക്കെ ഫോർമലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇൻഫോർമൽ ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള സല്യൂട്ടേഷൻസ് കൊടുക്കാം. ഹായ്, ഹലോ, ഹായ് ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ, ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള സല്യൂട്ടേഷൻസ്
നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫോർമൽ ഇമെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഓഫ് ലെറ്റർ പറഞ്ഞ പോലെ കറക്റ്റ് ഫോർമാറ്റിലായിരിക്കണം. ഒരുപാട് ലോങ് ആവാൻ പാടില്ല. ഒരു ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്യാൻ പാടുള്ളൂ. പാരഗ്രാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പാസീവ് വോയിസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. റിപ്പീറ്റേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോർമലി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ഇൻഫോർമൽ ഇമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് നിറയെ പറയാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ പറയാം. നമ്മളുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിർത്താം. ഇല്ല നമ്മുടെ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് അവിടെ പറയാം. നമ്മളുടെ ഒപ്പീനിയൻസ് ഓപ്പൺലി ഷെയർ ചെയ്യാം. ആക്റ്റീവ് വോയിസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഷോർട്ട് ഫോംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അബ്രിവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. സോ അങ്ങനെ ഇൻഫോർമൽ ലെറ്ററിൽ ഇത്രയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമില്ല. ദെൻ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ യുവേഴ്സ് റെസ്പെക്ട്ഫുള്ളി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ യൂഷ്വലി ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ വിത്ത് ലവ്, ലവിങ്ലി, ലോട്ട്സ് ഓഫ് ലവ്, ബെസ്റ്റ് വിഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒഫീഷ്യൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ദ സെൻഡർ പ്രോപ്പറായിട്ട് ഒഫീഷ്യൽ നെയിം വേണം നമ്മൾ നെയിം ഓഫ് ദ സെൻഡർ ആയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇൻഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒഫീഷ്യൽ നെയിം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിക്ക് നെയിംസ് നമുക്ക് നമ്മൾ ആ കമ്മ്യൂണിക്കേറ്റ് രണ്ട് പേർക്കും അറിയുന്നതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിക്ക് നെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. സോ അങ്ങനെ നിർബന്ധമില്ല കറക്റ്റ് ഒഫീഷ്യൽ പോലെ തന്നെ പോകണം എന്നുള്ളത് നിർബന്ധമില്ല. സോ ഇത്രയുമാണ് ഇൻഫോർമലിൻ്റെയും ഫോർമലിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വൈ ആർ ഇമെയിൽസ് പോപ്പുലർ എന്നുള്ള കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഇമെയിൽസ് ഇത്ര അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റൽ മെയിലും ഇമെയിലും നമ്മൾ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. കാരണം അതിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് മതി. 24/7 നമുക്ക് സെൻഡ് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദൂരമുള്ള ആൾക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. പോസ്റ്റൽ ചാർജസോ അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ ചാർജസോ ഒന്നും വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എന്ത് പോപ്പുലറായിട്ട് വന്നിട്ടുള്ളത്, ഇമെയിൽസ് ഇത്രയധികം പോപ്പുലറായിട്ട് വന്നിട്ടുള്ളത്. സോ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമെയിൽസ് ആർ യുബിക്വിറ്റസ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഇത്ര നേരം പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രം എനിവേർ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമെയിൽസ് ഇപ്പോൾ പോപ്പുലറാണ്. ദെൻ രണ്ടാമത്തെയാണ് ഇമെയിൽസ് ആർ ഫാസ്റ്റ് ആൻഡ് ചീപ്പ് എന്ന് പറയുന്നത്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ റിസീവ് ആവുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വിത്തിൻ സെക്കൻഡ്സ് എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും റിസീവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ചീപ്പറുമാണ്. മറ്റേതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചീപ്പറുമാണ്. നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം, ഒരു ഇലക്ട്രോണിക് ഡിവൈസും വേണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓരോരോ മെയിലിനും നമുക്ക് കോസ്റ്റ് ചിലവാകുന്നില്ല. ദെൻ നെക്സ്റ്റ് ആണ് ഇമെയിൽസ് ഓഫർ ഫ്ലെക്സിബിലിറ്റി ഇൻ മോഡേൺ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇമെയിലിൽ വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതായത് നമുക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതുപോലുള്ള മാത്രം അയക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷൻ അവിടെ വരുന്നില്ല. നമുക്ക് MP3, MP4, JPG അങ്ങനെയുള്ള ഏത് ഫയൽസ് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഫോണ്ട് മാറ്റാം, കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാടധികം ഓപ്ഷൻസ് മെയിലിൽ അവൈലബിൾ ആണ്. സൗണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇമെയിൽസ് ഹാവ് ബിക്കം ലീഗൽ ആൻഡ് വാലിഡ് എന്ന് പറയുന്നത്. അതായത് ഇമെയിൽസ് ഇപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് റിട്ടേൺ ആയിട്ട് കിട്ടിയാൽ മാത്രമേ ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ എന്നില്ല. മെയിൽസും എന്ന് തന്നെയാണ് ലീഗലായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് തന്നെയാണ്. ബിക്കോസ് ഓരോ ഇമെയിലിൻ്റെയും സോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പോസ്റ്റ് അയച്ചതാണെന്നുണ്ടെങ്കിൽ അത് ആരാ അയച്ചതെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ഡൗൺ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓരോ മെയിലും ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണ് നമുക്ക് മെയിൽ വന്നിരിക്കുന്നത്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് നമുക്ക് ആ മെയിൽ റിസീവ് ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ അടങ്ങുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മെയിലിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത് ലീഗലാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഓട്ടോമാറ്റഡ് മെസ്സേജ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറേ അധികം മെസ്സേജസിനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഇമെയിൽസ് തന്നെ നമുക്ക് വരുന്ന മെയിലുകളെ എല്ലാം കുറേ അധികം സെക്ഷൻസ് ആയിട്ട് തിരിക്കാറുണ്ട്. അതായത് ഓൾ മെയിൽസ്, സ്പാം, സോഷ്യൽ, പ്രമോഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഡിവിഷൻസ് ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ഡിവൈഡ് ചെയ്ത് തരുന്നതുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് റിസീവ് ആയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെയിൽ നമുക്ക് റിസീവ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ വോയിസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെയിൽ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് മെസ്സേജസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരുന്നതുണ്ട്. സോ ആ തരത്തിൽ കുറച്ചുകൂടെ ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മളുടെ മെയിലുകളെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇമെയിൽസ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ. അതുകൊണ്ട് തന്നെ അത് പോപ്പുലറുമാണ്.
ഇത്രയൊക്കെ പോപ്പുലാരിറ്റി ഇമെയിൽസിനുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അതിന് കുറച്ചധികം റിസ്കുകളുമുണ്ട്. ആ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. സോ റിസ്ക് ഓഫ് ഇമെയിൽസ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ, ചലഞ്ച് ടു പ്രൈവസി. ചലഞ്ച് ടു പ്രൈവസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടു അഡ്രസ് നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ, ഒരു മെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ, ആ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുന്നത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ മെയിൽ ഐ ഡി ആണ് ഉണ്ടായിരുന്നത്, ഒരു സ്പെല്ലിംഗ് മാറിപ്പോയി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ വിട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, നമ്മളുടെ മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മൾ 2 എന്നടിച്ച മെയിൽ ഐ ഡി തെറ്റിപ്പോയി അല്ലെങ്കിൽ മാറിപ്പോയി എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കായിരിക്കില്ല മെയിൽ പോകുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ 1-2 ലെറ്റേഴ്സ് അങ്ങോട്ടും കൂടെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു മെയിൽ ഐ ഡി ഉള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും മെയിൽ പോകുന്നുണ്ടായിരിക്കുക. ഇത് ഒരിക്കൽ സെൻഡ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സിലേക്ക് നമുക്കൊരു അൺഡു ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നല്ലാതെ ഇതൊരിക്കൽ സെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. തെറ്റായിട്ടുള്ള ഒരാളിലേക്കാണ് ആ മെയിൽ പോകുന്നത്, നമ്മളുടെ ആ മെസ്സേജ് മൊത്തമായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. നമ്മൾ 2 അഡ്രസ് തെറ്റായിട്ടാണ് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നമ്മൾ മിസ്റ്റേക്കിലാണ് അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഹാക്കിങ്ങിനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഹാക്ക് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹാക്കേഴ്സൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാക്കേഴ്സാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവസിയിലേക്കുള്ള ഒരു ഇൻട്രൂഷൻ അവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് മെയിൽ അയക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലൂടെ ഉണ്ടാവുന്ന എല്ലാ ത്രെട്ടുകളും എന്തിനു ബാധകമാണ്? ഈ ഇമെയിലിനും ബാധകമാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ആണ് അൺസോളിസിറ്റഡ് ഇമെയിൽസ് എന്ന് പറയുന്നത്. അതായത് ജങ്ക് മെയിൽസ് അല്ലെങ്കിൽ സ്പാം മെയിൽസ്, ഇങ്ങനെ ഒരുപാടധികം അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ജങ്ക് മെയിൽസ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ മെയിലിൻ്റെ സ്റ്റോറേജ് സ്പേസ് പോകാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നാനും ഒക്കെ സാധ്യതകളുണ്ട്. അൺസോളിസിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് മെയിലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ കുറേ അധികം അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിസ്ക് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ആണ് സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത്. അതായത് ഹാക്കിംഗ് പോലെ തന്നെ ഈ ഇമെയിലിലൂടെ വരുന്ന പല ലിങ്കുകളും അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളും മലീഷ്യസ് ആയിട്ടുള്ള ലിങ്കുകളായിരിക്കാം. അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വൈറസ് കയറാനുള്ള സാധ്യതകളുണ്ട്. വൈറസ് അറ്റാക്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഹാക്കിംഗ് മെത്തേഡ്സ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ അറ്റാക്സിന് മെയിലും ഒരു കാരണമാണ്, അല്ലെങ്കിൽ ആ മെയിലിലൂടെയും സൈബർ അറ്റാക്സ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇക്കണോമിക് ചലഞ്ചസ് എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ, നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഇല്ല, ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പ്രോപ്പറായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ചെയ്യാൻ റീചാർജ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോണുണ്ട്, നെറ്റ് റീചാർജ് ചെയ്തിട്ടില്ല, റീചാർജ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ പറ്റില്ല, മെയിൽ അയക്കാൻ പറ്റില്ല. സോ ആ രീതിയിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എക്കണോമിക് ചലഞ്ചസ് ഉണ്ടാവാം. എല്ലാവർക്കും ഒരേപോലെ ഇതൊക്കെ ആക്സസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. റിമോട്ട് ഏരിയാസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. സോ ആ തരത്തിലുള്ള ഇഷ്യൂസൊക്കെ മെയിലിനും ബാധകമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് പെറിൽ ഓഫ് ടു മച്ച് ആക്സസ് എന്ന് പറയുന്നത്. അതായത് മെയിലിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24/7 നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് തന്നെ അവിടേക്ക് റീച്ച് ആവും. സോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, എവിടെ വെച്ച് വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വെക്കേഷന് പോയിരിക്കുകയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ബോസ് നമുക്കൊരു മെയിൽ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെയിൽ കിട്ടിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മെയിൽ കിട്ടും. നമ്മൾ എത്ര ദൂരെ പോയാലും മെയിൽ അയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ തരൂ എന്ന് പറഞ്ഞാൽ അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നമ്മൾ മെയിൽ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിപ്ലൈ കൊടുക്കണം എന്നുള്ളത്. സോ അങ്ങനെ ടു മച്ച് വർക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിൽ നിന്നും കണ്ടില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് മാറാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. സോ ടു മച്ച് ആക്സസും ഒരു പ്രശ്നം തന്നെയാണ്. ഇതെല്ലാവിടേക്കും കിട്ടുമെന്ന് പറയുന്നതും ചില സമയത്തൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ബിക്കോസ് നമ്മൾ കുറച്ചുകൂടെ വർക്കിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രൊഫഷണൽ മെയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ല, മെയിൽ കിട്ടുമല്ലോ എന്തായാലും. ഓക്കെ, സോ അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. സോ അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഫോക്കസ് കൂടുതലാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് മെയിൻ റിസ്ക് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ PHI എന്ന് തുടങ്ങുന്ന ഫിഷിംഗ് ആണ്. മറ്റേ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക ആ ഫിഷിംഗ് അല്ല കേട്ടോ. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ എന്തിൻ്റെങ്കിലും പേരിൽ ഫേക്ക് ആയിട്ടുള്ള മെയിലുകൾ അയച്ച് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് വരില്ലേ, ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്, നിങ്ങൾക്കൊരു OTP വന്നിട്ടുണ്ട്, അത് പറഞ്ഞു തരൂ, ബാങ്കിൽ നിന്നാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നില്ലേ, ആ വിളിക്ക് പകരം മെയിൽ അയക്കുന്നു. ഓക്കെ, ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് വരുന്ന OTP ഇതിൽ ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യൂ, അക്കൗണ്ട് നമ്പർ മറ്റതൊക്കെ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് രീതിയിൽ മെയിലുകൾ വരിക. അത് നമുക്ക് കാണുന്ന സമയത്ത് ബാങ്കിൽ നിന്നാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിൽ മെയിലുകൾ വരിക. ഓക്കെ, ആ പ്രൊഫഷണലിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ലോഗോയും പേരും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഒറിജിനലി ബാങ്കിൽ നിന്നായിരിക്കില്ല, പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു സൈബർ ക്രൈം ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ മെയിൽ വഴിയാണ് ഈ ഫിഷിംഗ് എന്നുള്ള കാര്യം സാധാരണയായിട്ട് സംഭവിക്കാറുള്ളത്. സോ ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പേരിൽ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലുകൾ അയക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിഷിംഗ് എന്ന് പറയുക. സോ ഇത് സാധാരണയായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാനോ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പാസ്വേഡ്സ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രോഡായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയധികം റിസ്കുകൾ എന്തിനുണ്ട്, ഇമെയിൽസിനുണ്ട്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റിലൂടെ വരുന്ന എല്ലാ പ്രോബ്ലംസും എന്തിൻ്റെയും പ്രോബ്ലംസ് ആണ്, ഇമെയിൽസിൻ്റെയും പ്രോബ്ലംസ് തന്നെയാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമെയിൽസ് എന്നുള്ള ടോപ്പിക്കാണ്. മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.